ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂക്കയുടെ ഗംഭീര ലൈനപ്പുകളാണ് വരാനിരിക്കുന്നത്. നമുക്കറിയാം മമ്മൂക്ക 1-2 മാസമായിട്ട് ചെറിയ ഒരു ഇടവേള എടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് സുഖമില്ല. അതുകൊണ്ട് തന്നെ ചികിത്സയും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവിടെ അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല. മികച്ച സിനിമകൾ അദ്ദേഹത്തിൻ്റെ തേർഡ് ഫേസ് ഇവിടെ ഓപ്പൺ ആവാൻ പോവുകയാണ്. സെക്കൻഡ് ഫേസിൽ നമ്മൾ കണ്ടു മികച്ച രീതിയിലുള്ള മലയാള സിനിമയല്ല ഇന്ത്യൻ സിനിമയെ ഞെട്ടിക്കുന്ന തലത്തിലുള്ള സിനിമകളുമായി അദ്ദേഹം വന്നിരുന്നത് നമ്മൾ കണ്ടതാണ്. ഭ്രമയുഗം പോലെയുള്ള, നൻപകൽ നേരത്ത് മയക്കം പോലെയുള്ള അങ്ങനെയുള്ള ഗംഭീര ചിത്രങ്ങളുമായി മമ്മൂക്ക വന്നപ്പോൾ അടുത്ത ഫേസിലേക്ക് കടക്കുമ്പോൾ മികച്ച സിനിമകളുമായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. നിതീഷ് സഹദേവൻ്റെ സിനിമയാണ് ആദ്യം എത്താൻ പോകുന്നത്. ഖാലിദ് റഹ്മാനുമായിട്ടാണ് രണ്ടാമതും, മൂന്നാമത് ടിനു പാപ്പച്ചൻ സിനിമയുമാണ് വരാൻ പോകുന്നത്. ഇതിനിടയിൽ അടുത്ത ചിത്രം അൻവർ റഷീദ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ എന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. അതെ, മമ്മൂക്ക നമുക്കറിയാം കോവിഡ് കാലത്ത് കുറച്ച് ദിവസം വീട്ടിലിരുന്നപ്പോൾ എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവന്നതെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിന് മുകളിലുള്ള ഒരു മാറ്റവുമായിട്ടാണ് വീണ്ടും വരാൻ പോകുന്നത്. അൻവർ റഷീദിൻ്റെ ചിത്രത്തിൽ വീണ്ടും മമ്മൂക്ക എത്തുമ്പോൾ മെഗാ ഹിറ്റായ അണ്ണൻ തമ്പിക്ക് ശേഷം മമ്മൂട്ടിയും അൻവർ റഷീദും ഒരുക്കുന്ന മറ്റൊരു ചിത്രം എന്നുള്ളതാണ് പ്രത്യേകതയുള്ളത്. മമ്മൂട്ടി നിറഞ്ഞാടിയ രാജമാണിക്യം എന്ന ചിത്രത്തിലൂടെയാണ് നമുക്ക് അൻവർ റഷീദ് സ്വതന്ത്ര സംവിധായകനായത് കാണുന്നതും. മമ്മൂട്ടിയും അൻവർ റഷീദും ഒരിക്കൽ കൂടി ഒരുമിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അതൊരു മെഗാ ഹിറ്റിൽ കുറഞ്ഞ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളത്. മഹേഷ് നാരായണൻ ചിത്രം പൂർത്തീകരിക്കാൻ മമ്മൂക്കയ്ക്കുണ്ട്. ഓഗസ്റ്റിൽ അദ്ദേഹം അതിനകത്തിൽ ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിതീഷ് സഹദേവൻ്റെ ചിത്രത്തിലേക്ക് മമ്മൂക്ക അഭിനയിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഖാലിദ് റഹ്മാൻ്റെയും, അതായത് ഖാലിദ് റഹ്മാൻ ഉണ്ട എന്ന ചിത്രമായിരുന്നു മമ്മൂക്കയെ വെച്ച് ചെയ്തിരുന്ന. അത്രത്തോളം ഗംഭീരവും ആളുകളെ പിടിച്ചിരുത്തിയ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ആ ഒരു സിനിമയ്ക്ക് ആ ഒരു മാറ്റു കൂട്ടുമ്പോൾ വീണ്ടും ആ ഒരു കൂട്ടുകെട്ടിലൊരു സിനിമ നമ്മൾ കാത്തിരിക്കുന്നത് തന്നെയാണ്. എന്തായാലും ആ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്ക് നമ്മൾ കാത്തിരിക്കുമ്പോൾ ടിനു പാപ്പച്ചൻ എന്ന സംവിധായകൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ ചിത്രമാണ് ഇനിയും കാണാൻ നമ്മൾ കാത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിൽ, അജഗജാന്തരം, ചാവേർ തുടങ്ങിയ ചിത്രങ്ങൾ ടിനു പാപ്പച്ചൻ ചെയ്തിട്ടുള്ളതാണെങ്കിലും ഒരു സൂപ്പർ താര ചിത്രം ഇതുവരെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും മമ്മൂട്ടിയും ഒന്നിച്ച് അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അത് മലയാളത്തിൽ മറ്റൊരു സംഭവമാകുമെന്നുള്ളതാണ്. എന്തായാലും അൻവർ റഷീദ് ചിത്രം ഇതിനെല്ലാം ശേഷമായിരിക്കും ആരംഭിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. എന്തായാലും കാത്തിരിക്കുകയാണ്. കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടിയും നമ്മൾ എല്ലാവരും നോക്കിയിരിക്കുകയാണ്. എന്താണേലും വലിയ താമസം ഇല്ലാതെ ഓണം റിലീസായിട്ട് തന്നെ ആയിരിക്കാം, ഓഗസ്റ്റിലായിരിക്കാം സിനിമ വരാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.